പിള്ളേരെ വെൽക്കം ടു ദ സ്ട്രീം. ശരി പിള്ളേരെ GTA 6 എന്ന് പറയുന്ന ഗെയിം ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാൻ പോകുന്ന കാര്യങ്ങൾ പറയാനുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യം ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും GTA 6ന്റെ കുറച്ച് ഫൂട്ടേജസ് ഗെയിമിന്റെ ഡെവലപ്മെന്റിന്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ ലീക്കായി പോയി. ഏതോ ഒരുത്തന്നെ എടുത്ത് ലീക്ക് ചെയ്ത് വിട്ടതാണ്. എന്നിട്ട് റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ ഈ GTA ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് തന്നെ അത് പറയുകയും ചെയ്തു, നമ്മുടെ ഇവിടെ നിന്ന് ലീക്കായി പോയതാണ്, അപ്പോൾ കൺഫേംഡ് ആണ് GTA 6 ഇറങ്ങാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് അറിയാം GTA Vice City, GTA San Andreas, ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ GTA 5. ഇനി അടുത്ത ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ഇറങ്ങാൻ പോകുന്നത് GTA 6 തന്നെയാണ്. എന്നാൽ GTA 6നെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് PC യൂസേഴ്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. കാര്യം ആദ്യം കൺസോൾസിലായിരിക്കും ഈ GTA 6 എന്ന് പറഞ്ഞ ഗെയിം ഇറങ്ങുന്നത്. അതിനുശേഷം മാത്രമേ അതായത് കമ്പ്യൂട്ടറിൽ കളിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ PS5, Xbox ഒക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് കളിക്കാം, ആദ്യം തന്നെ കിട്ടുകയും ചെയ്യും. ഇന്ത്യൻ പ്രൈസ് 6000 രൂപയ്ക്കകത്തായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത്. അതും കൂടി പറയണമല്ലോ, കാര്യം നമുക്ക് വെറുതെ കിട്ടൂലല്ലോ പൈസ. ഇനി 6000 രൂപ എടുത്ത് നിങ്ങൾ GTA 6 വാങ്ങിച്ചെന്നിരിക്കട്ടെ, എന്തൊക്കെയാണ് GTA 6 ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഈ വീഡിയോ നോക്കാം. GTA Vice City, GTA San Andreas, GTA 4 ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയിൽ ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. എന്നാൽ GTA 6ൻ്റെ അകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാരക്ടർ വരുന്നുണ്ട്, മെയിൻ ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഫീമെയിൽ ആയിട്ടും കളിക്കാൻ പറ്റും, മെയിൽ ആയിട്ടും കളിക്കാൻ പറ്റും. അത് അടിപൊളി തന്നെയാണ്. ഞാൻ ഫീമെയിൽ ആയിട്ട് കളിക്കുള്ളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഗെയിം GTA ആയിരിക്കും. കാര്യം ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. നമുക്ക് അതിനകത്ത് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും, ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്നേ വരെ GTA സീരീസ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ആണ് ഈ GTA 6ൻ്റെ അകത്ത് വരാൻ പോകുന്നത്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേൾഡ് ക്ലാസ് ഗ്രാഫിക്സ്. അതായത് GTA 5 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഗ്രാഫിക്സ് ആണ്, അതിൻ്റെ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്നാൽ അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് സ്റ്റിൽ കുറേ എന്താ പറയട്ടെ ഡീറ്റെയിൽസ് ഒക്കെ മിസ്സിംഗ് ആണ്. എന്നാൽ GTA 6 വരുന്ന സമയത്ത് ഇന്നേ വരെ ഇല്ലാത്ത കിടിലൻ ഗ്രാഫിക്സ്, അതായത് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഗ്രാഫിക്സ് ആയിരിക്കും GTA 6ൻ്റെ അകത്ത്. GTA 5 ഒക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ GTA 5 കുറേ മൂവ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഭയങ്കര സീനാണ്. അതായത് ഞാൻ കാണിച്ചു തരാം. GTA കണ്ടിട്ടില്ലേ, ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെയൊക്കെ നിൽക്കും, ഇങ്ങനെയൊക്കെ നടക്കും. എന്നിട്ട് ആരെങ്കിലും വന്ന് വല്ല വണ്ടിയിലും കയറാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഇത് വണ്ടി എന്ന് വെച്ചോ, നോർമലി ഒരു ഗെയിമിൽ എങ്ങനെയാണ് വണ്ടി ഇങ്ങനെ വന്ന് അതൊരു മൂവ്മെന്റ് ഒക്കെ ഭയങ്കര രസമല്ലേ. GTA 5ൻ്റെ അകത്ത് അതായത് വഴി പോയവനെ വലിച്ചു പിടിച്ചതിൻ്റെ അകത്ത് കയറ്റിയ ഒരു എഫക്റ്റ് ഒക്കെയാണ്. അതൊക്കെ മാറ്റി കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവ്മെന്റ് വരും. പിന്നീട് മയാമി ബേസ് ചെയ്തിട്ടാണ് ഈ GTA 6 വരുന്നത്. അപ്പോൾ ആ ഒരു സിറ്റിക്കകത്ത് പല ബിൽഡിങ്ങിൻ്റെ അകത്തും കൂടുതലായിട്ടും ഇൻറ്റീരിയർ ലൊക്കേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നു. നമുക്ക് ഓപ്പൺ വേൾഡ് ഗെയിം ആവുന്ന സമയത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനാണ് കൂടുതലുണ്ടാവുക. എന്നാൽ ഇൻറ്റീരിയർ സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് റോക്ക് സ്റ്റാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2023 GTA 6 വരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തെറ്റി. 2023 ട്രailer മാത്രമായിരിക്കും ഇറങ്ങുക. 2024 കൺസോളിൽ ആദ്യം GTA 6 റിലീസ് ആവുന്നത്. ആക്ച്വലി ഈ ഒരു ഗെയിമിൻ്റെ പുറകിൽ ഒരുപാട് വലിയ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത്. അതുമാത്രമല്ല, GTA സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ റോക്ക് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഡെവലപ്പിംഗ് കമ്പനീനെ നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് എഫേർട്ട് എടുത്ത് സമയമെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഗെയിം ഇറക്കുന്ന പരിപാടിയാണ്. റെഡ് ഡെഡ് റെഡംഷനിലൊക്കെ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. ആ ഗെയിം കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കളിച്ചിരിക്കേണ്ട ഒരു ഗെയിമാണ്. ഇമോഷണൽ ഇത്രയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും പലരും എൻ്റെ അടുത്ത് ചിലപ്പോൾ ചോദിക്കാം, GTA 6 ഫോണിൽ വരുമോ ചേട്ടാന്ന്. ഇറങ്ങി GTA 6ൻ്റെ സൈസ് വന്നിട്ട് എങ്ങനെ പോയാലും 100 GB വരും. ഈ 100 GB ഒരു കോമ്പാക്റ്റ് ആയിട്ട് ഒരു 2-3 GB കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇത്തിരി കഷ്ടിയാണ്. ചിലപ്പോൾ GTA 5 സ്മാർട്ട് ഫോണിലൊക്കെ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ഗെയിം നമ്മുടെ ഫോണിൻ്റെ അകത്തും കളിക്കാനൊക്കെ പറ്റുന്ന ഒരു മിററിംഗ് ഓപ്ഷനും അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. അതുപോലെ തന്നെ ക്ലൗഡ് ഗെയിമിങ്ങും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ GTA 6 എത്ര പേര് പർച്ചേസ് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. GTA 5 നിങ്ങൾക്ക് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സുനാമിക്കിടയിലെ തിരമാല എന്നാണ് ഈ ഹെയർ സ്റ്റൈലിൻ്റെ പേര്. കണ്ടോ, ഒരു തിരമാല പോകുന്നു, അതിൻ്റെ ഇടയിൽ വേറൊരു തിരമാല. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ഉടനെ തന്നെ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ചുമ്മാ പറഞ്ഞാൽ കേട്ടാ ഒരു രസത്തിന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.